തുറന്നോ അമ്മ വരുമ്പോ വരട്ട്. വാ ഇങ്ങി വാ പോയി ഇങ്ങി വാ. ശരി അമ്മ നോക്കിയോളൂ. അവരെ തുറന്ന് കളിക്കാൻ പറഞ്ഞു. അതാണ് അവരാഗ്രഹം. പട്ടി നിൽക്കണമെന്ന് അവർക്ക് വിഷയമില്ല. വാ ഇങ്ങി വാ. പോയി അവിടെ ഒരു പട്ടി നിൽക്കണം. അതാണ് നോക്കണം. ആശാൻ എന്താ പുഴു മുട്ടോട്ട് വെച്ചേക്കണം. ഇതെങ്ങനെ വൃത്തിയാക്കുമ്പോഴും നാളെ എൻ്റെ പൊന്നോ നീ പോണില്ലേടേ കോളെ ഓടിയിട്ടൊക്കെ വാ. ഇലയിന്ന് പുക പറഞ്ഞു നോക്ക്. വേപ്പറാണ്. ഇവോപ്പറേറ്റ് ആണ്. മഞ്ഞ് ഇവോപ്പറേറ്റ് ആണോ? എൻ്റെ പിന്നെ ക്യാമറയിൽ അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. രണ്ടെണ്ണത്തിനെ കാണാനില്ല. എവിടെയോ പോയി. വാ ഭൂമി വാ. പോയി. ഗുഡ് ഗേൾ. ഓ ചറക്കി അടിച്ച് വീണ് പോയി. പോയി എവിടെയാടാ? പോയി വാങ്ങി വാ. പോയി എൻ്റെ കയറില്. ഓ പയറിൻ്റെ ഇടയിൽ കൂടെ കയറി പൊളിച്ച് എൻ്റെ ഇടയിൽ കൂടെ വരെയാണ് അവൻ. വാടാ. അവിടെ മൂത്രമൊന്നും ഒഴിച്ച് വയ്ക്കല്. നിന്റെ മാർക്കിംഗ് ഒന്നും അവിടെ വേണ്ട. കിണറാണ്. മിസ്റ്റർ ഫോയ്. കവറെടുത്തുണ്ടോ? എൻ്റെ പൊന്നോ. ഇന്ന് സഞ്ജയാണ് ഗോപിയണ്ണൻ്റെ പ്രസാദിൻ്റെ അമ്മാവൻ്റെ. അതിനെ തല ഓടി അതിനെ പുഴുക്കൾ എന്തൊക്കെ ഉണ്ടാക്കി മാറ്റി അങ്ങനെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് കിട്ടോ. അങ്ങ് പോവല്ലേ. ഇങ്ങി വാ. പോയി വാ. ഗുഡ് ഗേൾ. കം അങ്ങൊന്നും പോവല്ലേ. നമ്മളെ സ്ഥലമല്ല. എവിടെയാണ് നമ്മൾ നിൽക്കാവുള്ളത് കേട്ടാ. ഗുഡ് ബോയ് ഫോയ്. ഗുഡ് ഗേൾ ഭൂമി. അവിടെ പോണത്? ഇറങ്ങി ഇങ്ങോട്ട് വാ. ഗുഡ് ബോയ്. ഗുഡ് ഗേൾ. നാട്ടിൽ നിന്ന് മുളകെല്ലാം പോയി തോന്നുന്നു. പലരും ചോദിച്ചായിരുന്നു ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഇവർ രാവിലെ ആകുമ്പോഴത്തേക്ക് എണീറ്റിട്ട് പാൽ കുടിക്കും. പിന്നെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഭൂമി കഴിച്ചാൽ കഴിച്ച്. ഫോയ് എന്തായാലും ദോശയും ഇഡ്ഡലിയും ഒന്നും കഴിക്കാൻ പോണില്ല. ഭൂമി എന്ന് പറയുന്നത് ഇവൻ മുതൽ ഹൗണ്ട്. ഇവനല്ല ഇവൾ. ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ രണ്ടുപേരും ചോറുണ്ണും. ഒന്നെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ടയും കൂടെ കിണ്ടി കൊടുക്കും. അല്ലെങ്കിൽ മീനുണ്ടെങ്കിൽ മീനും വേവിച്ച് മഞ്ഞൾ വിട്ട്
ചോറാക്കി വേവിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു 20 രൂപയ്ക്കൊക്കെ വേസ്റ്റ്, ബീഫിൻ്റെ വേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കൊക്കെ 2 പേർക്കും ധാരാളം. അങ്ങനെ അത് എല്ലാ ആഴ്ചയൊന്നും കൊടുക്കില്ല, മാസത്തിൽ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ഇടവിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ഹാപ്പിയാണ്. പിന്നെ രാത്രി എല്ലാ ദിവസവും കൊടുക്കില്ല, ചില ദിവസം ഉച്ചയ്ക്ക് അത്ര തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലും വീട്ടിലുള്ള ആഹാരം തന്നെ, ചോറും മീൻ കറിയോ വല്ലതും ഉണ്ടെങ്കിലോ എല്ലാം കൊടുക്കും. അല്ലാതെ ഹോട്ടലിൽ നിന്നൊക്കെ ബീഫൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും കഴിക്കാനൊക്കെ. പിന്നെ പെഡിഗ്രി ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. കരൾ നെല്ലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ മുകളിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇനി ഞാൻ ഇവൻ്റെ ഹിസ്റ്ററി പറയാം. ഈ മുതൽ ഹൗണ്ടിൻ്റെ കർവാണി എന്ന് പറയും, പാഷ്മീന്ന് ഇതിൻ്റെ നല്ല മുടിയുള്ള വെർഷനാണ് പാഷ്മി എന്ന് പറയും. സംഭവം ഇവൻ സെൻട്രൽ ഏഷ്യയിൽ നിന്നും പേർഷ്യൻ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ സലൂക്കി എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട്, അതിൽ നിന്നും വരുന്ന ഡയറക്റ്റ് ഡെസൻഡൻ്റാണ്. ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇത്. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഭയങ്കരമായിട്ട് കർണാടകയിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനേൻ്റെ കുറച്ച് ഭാഗത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ബ്രീഡ് ഓഫ് ഡോഗാണിത്. ഇതിനെ കർവാണി, കാരവാൻ ഹൗണ്ട് അല്ലെങ്കിൽ മുതൽ ഹൗണ്ട് എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ഇതൊരു ഹൗണ്ടാണ്, സൈറ്റ് ഹൗണ്ടാണ്. സൈറ്റ് ഹൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കാഴ്ച ഒരു സ്പോട്ട് ചെയ്തിട്ട്, സ്മെല്ലിനേക്കാട്ടിലും കൂടുതലും ഇത് കാഴ്ചയിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടിയ ഗ്രേ ഹൗണ്ട് സലൂക്കിയും, അതേപോലെ തന്നെ ഒരു സ്പീഡ് കൂടിയ, ഏറ്റവും സ്പീഡ് കൂടിയെന്ന് തന്നെ പറയാം മുതൽ ഹൗണ്ടിൻ്റെ കാര്യവും. പിന്നെ മുതൽ ഹൗണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2005 മുതൽ ഹൗണ്ടിൻ്റെ സ്റ്റാമ്പ് 5 രൂപ സ്റ്റാമ്പ് ഇറക്കി. പിന്നെ 5 രൂപ വരെ തന്നെ നോർത്തേണിലുള്ള ഷെപ്പേർഡ് ഡോഗിൻ്റെ, ഇന്ത്യൻ ഷെപ്പേർഡ് ഡോഗിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് രാജപാളയത്തിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, അത് 15 രൂപ സ്റ്റാമ്പോ 10 രൂപ സ്റ്റാമ്പോ എന്തോ ആയിരുന്നു. ഇവന്മാർ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ് തന്നെ പല പ്രോഗ്രാം വഴി. നോ, തിരിച്ചു വാ, നോ, ഇവിടെ വാ, ഇവിടെ വാ, പോലെ ഇങ്ങോട്ട് വാ, ഇനി വാ, ബാ 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 ഇനി വാ, ഗുഡ് ഗേൾ. അപ്പോൾ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല എന്താണ് ഹാബിലിറ്റേഷൻ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഇവർ മുതൽ റീജിയനാണ്, കർണാടകയിലെ മുതൽ റീജിയനിൽ കണ്ടുവരുന്ന ഒരു ഡോഗാണ്. അപ്പോൾ ഇത് അവിടുത്തെ ബ്രിട്ടീഷുകാർ വന്ന വരവോട് കൂടിയാണ് ഇത് രാജാക്കന്മാർക്ക് കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് ഇത് അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷയിച്ചു പോവുകയും അതിൻ്റെ ലീനിയേജൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി വന്നത്. ഇപ്പോൾ ഇവർ ഇന്ത്യൻ ആർമിയിൽ ഉള്ള ഒരു ബറ്റാലിയനൊക്കെ ഇവർക്കുണ്ട്. ഇപ്പോൾ അവിടെ സർവ് ചെയ്യുന്ന ഒരു നാടൻ ഇന്ത്യൻ ബ്രീഡ് ഡോഗ് ഇവരാണ്. ഗാർഡിങ് പർപ്പസിന് വേണ്ടിയായിട്ടും അതുപോലെ തന്നെ പല പർപ്പസിന് വേണ്ടിയിട്ട് ഇവരുടെ പല ബാച്ചുകൾ ഇപ്പം ഇന്ത്യൻ ആർമിയിൽ സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഇവരെന്തും കഴിച്ചോളും, ഭയങ്കര മെറ്റബോളിസമാണ്, എപ്പോഴും ഇങ്ങനെ ലീൻ ആൻഡ് സ്ലിമ്മായിട്ടേ ഇരിക്കത്തുള്ളൂ. എല്ലാവരും ചോദിക്കും ഇതൊന്നും കഴിക്കാത്തതുകൊണ്ടാണ്. നല്ല കഴിച്ച് നല്ല ഓടുന്ന മസ്കിൾ. ഇറങ്ങപ്പെടുന്നു, ഇറങ്ങപ്പെടുന്നു, പോങ്ങോട്ട്. വെജിറ്റബിൾ ഉണ്ടാക്കിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ സ്ഥിരമായിട്ട്. അല്ലെങ്കിൽ കയറല്ലേ എൻ്റെ ഇടയിൽ, കണ്ടില്ലേ ആക്സിലറേഷൻ കണ്ടോ, ഇതുപോലെയാണ് അവൻ കുതിച്ച് പോകുന്നത്. നട്ടി ചെടികളൊക്കെ ഏകദേശം ഒരു പരുവാക്കുമാർ. ഇതിന് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാർക്ക് അടച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് സൈക്കോളജിക്കലി ഭയങ്കര പ്രശ്നമൊക്കെ വരും. എൻ്റെ അവിടെ തന്നെ ഞാൻ ഒരു 3-4 ദിവസം ഒന്ന് ഇവന്മാരെ വെളിയിറക്കാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒരു വിഷമം കാണിക്കും. തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ. ഇങ്ങനെ ഓടി നടന്നോളും, പോയി ഇനി ഓടി വിശന്ന് പോയി കിടന്നുറങ്ങിയൊക്കെ ചെയ്തോളും, നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചോളും. നല്ല ഷേപ്പിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓടാനൊക്കെ വിട്ടാലേ അവന്മാർ ഇങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ. ഇവനിപ്പോൾ 1 വയസ്സായിട്ടില്ല, ഇവന് ഏകദേശം ഒരു 8 മാസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബറിലാണ് ഇവൻ്റെ ജനനം. ഇവനല്ല, ഇവൾ. ഗുഡ് ബോയ് ഫോയ്. 2 എണ്ണം കൂടെ. കടിക്കാറവനെ, കടിക്കാടി. വെള്ളം കുടിച്ച് വെള്ളം കൊടുത്ത് ഞാൻ. നമുക്ക് ഇനി തിരിച്ചു പോവാം. അപ്പോൾ ഞാൻ പോണേ. ഓക്കെ.
ഓ ഓ പ്രാന്തായി. എവിടെ പോയി? എവിടെ? ഗുഡ് ബോയ് ഫോയ്, ഗുഡ് ബോയ്. വാ പോവാം, വാടാ പോവാം. പിള്ളേരും എല്ലാം സ്കൂളിൽ പോകാനായിട്ട് അവിടെ നിൽക്കും. ഓർണം കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓട്ടമാണ്. പിന്നെ വാ അങ്ങോട്ടൊന്നും കയറണ്ട, വാ പോവാം. വലിയൊരു നന്ദി നമ്മൾ പറയാനുള്ളത് ഈ വില്ലേജേഴ്സാണ് മുതലിൽ. അവരില്ലായിരുന്നെങ്കിൽ ഈ ഡോഗിനെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നശിപ്പിച്ച സമയത്ത് ഇതിനെ പ്രിസർവ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. ഇതിൻ്റെ ലീനിയേജ് അങ്ങ് നശിച്ചു പോയിട്ടും ഇതിപ്പോഴും നിലനിൽക്കാൻ കാരണവും ഗവൺമെൻറ്റിനെയും നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ ആ പ്രവൃത്തികളൊക്കെ ഭയങ്കരമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ റീഹാബിലിറ്റേഷന് അതുപോലെ തന്നെ കൺസർവേഷനും ഹെൽപ്ഫുള്ളായത്. പോയി വാ പോവാ, താഴോട്ട് പോവാം. ഇത്രയും നാൾ ഇവിടെ പോയി സിറ്റിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പശുവിനെ ആദ്യം കണ്ട നാളുകളിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം പീസായി. ഇപ്പം ആ പ്രശ്നങ്ങളൊന്നുമില്ല. പോയി കൂളായി പശുവിൻ്റെ അടുത്തൊക്കെ. പോയി അല്ല ഭൂമി വാ, കയറ്. മതി തളർന്ന് ഞാനും തളർന്ന് നീയും തളർന്ന്. വാ കയറ്, വാ എല്ലാവരും വാ. കയറിക്കോ. യെസ്, ഗുഡ് ബോയ് ഫോയ് ആൻഡ് ഗുഡ് ഗേൾ ഭൂമി. ഗുഡ് ഗേൾ. വാ വെള്ളം കുടിക്കാം, വാ പോയി വാ. ടേക്ക് വെള്ളം കുടി. ടേക്ക്. ഇതല്ലടാ കിഴങ്ങ. വെള്ളം കുടി. ടേക്ക്. ഗുഡ് ഗേൾ ഭൂമി, ഗുഡ് ഗേൾ. കടിക്കില്ല. ഇവിടെ നീ ഓർണത് കാല് മൊത്തം ചെളിയാണ്. ഇപ്പോൾ അകത്തേറ്റാൻ പറ്റില്ല, ഉണങ്ങിയിട്ട് കയറിയാൽ. വെള്ളമൊക്കെ കുടിച്ച് അവിടെ നോക്കിയിട്ട് നല്ല ഓടി തളർന്നു. അവിടെ നിന്ന് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിച്ച്